ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈ ക്രാഫ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൂൺ ലാമ്പാണ്. ഒരു ചെറിയ മൂൺ ലാമ്പാണ്. അത് രാത്രി ലൈറ്റിൽ ഉറങ്ങുന്നവർക്കൊക്കെ നല്ലൊരു മൂൺ ലാമ്പാണ്. അതേപോലെ സ്റ്റഡി ചെയ്യാനൊക്കെ നല്ലൊരു മൂൺ ലാമ്പാണ്. അപ്പോൾ നമുക്ക് നേരെ മച്ചാന്മാരെ ഇതിനായിട്ട് നമ്മളൊരു ബലൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഊതി വീർപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. സൈഡിൽ റബ്ബർ ബാൻഡ് ഇട്ട് എടുത്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇതിനകത്ത് തുണി ഒട്ടിക്കാനായിട്ട് പശ മിക്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഫെവിക്കോൾ 1 സ്പൂണും 2 സ്പൂൺ വെള്ളം എന്ന അളവിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പശ മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ പശയും 4 സ്പൂൺ വെള്ളവും നമ്മളങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കുറച്ചധികം വേണം. നമ്മൾ അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതാക്കി നല്ല രീതിയിലൊരു മിക്സ്ചറാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് തുണി ആവശ്യമുണ്ട്. ഈ വേസ്റ്റ് തുണി വെച്ചാണ് നമ്മളിനി ബലൂണിൻ്റെ ഉണ്ടാക്കി ഒട്ടിച്ച് നമ്മുടെ മൂൺ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ബലൂണിൻ്റെ ഉണ്ടാക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഒരു കോട്ട് തേച്ചെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബലൂണ് ലൂസായിട്ട് വേണം നമ്മൾ വീർപ്പിച്ചെടുക്കാൻ. എനിക്ക് പറ്റിയ അബദ്ധം അത് തന്നെയായിരുന്നു. ഇനി വരുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എനിക്കെന്തോ പറ്റിയ അബദ്ധമെന്ന്. അങ്ങനെ നമ്മൾ ബലൂൺ തേച്ചതിന് ശേഷം തുണി അതിനെ ഉണ്ടാക്കി ഒട്ടിച്ച് എടുത്ത് വെക്കാം. ബലൂണിൽ നേരിട്ട് ഫെവിക്കോൾ തേക്കാതെ തുണി വെച്ചിട്ട് തേക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബലൂൺ പൊട്ടാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ നമ്മൾ ബലൂണിൻ്റെ ഉണ്ടയ്ക്ക് ഒരു തുണി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനെ മണ്ടയ്ക്ക് മൊത്തം പശ അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം അപ്ലൈ ചെയ്തെടുക്കണം. എയറൊന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ തുണി വെക്കണം. അത് മറ്റേതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു സൈഡ് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ പശ വെച്ചെടുക്കുക. അങ്ങനെ നമ്മൾ പശ തേച്ച് സൈഡൊക്കെ സൈഡിൽ നല്ലപോലെ വെക്കണം. കാരണം തുണി രണ്ടെണ്ണം കൂടെ ചേരുന്ന സൈഡാണ്. അങ്ങനെ നമുക്ക് പശ തേച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗ്ലൂ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ ലാസ്റ്റ് തുണി ഈ തുണിയും വെച്ച് നമ്മളങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. എല്ലാ സൈഡും ഫിനിഷ് ചെയ്യുക. ഇനി ഒരു പീസ് കൂടെ വെക്കാനുണ്ട് ഇവിടെ. അത് നമുക്ക് വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തുണി വെച്ചെടുക്കുക. അങ്ങനെ മൊത്തം പശ തേച്ചെടുക്കുക. ഒട്ടും എയറൊന്നും നിൽക്കാതെ ചുളുക്കം ഒന്നും ഇല്ലാതെ എടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തം തേച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ 3 ലെയർ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്കിത് ഉണക്കാൻ വെക്കാം എവിടെയെങ്കിലും. ഇനി നമുക്ക് ലൈറ്റിനുള്ള സർക്യൂട്ടിനായിട്ട് ഒരു ഹോൾഡർ വേണം, സാധാ ഹോൾഡർ. പിന്നെ ഒരു ഇതേപോലെ ബോക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും PVC ഏതെങ്കിലും എടുക്കാം. PVC പൈപ്പ് കട്ട് ചെയ്ത് ഇതേപോലെ മണ്ടയ്ക്ക് ക്യാപ്പ് ഇട്ടാലും എടുക്കാം. എന്നിട്ട് പിന്നെ ഒരു ട്യൂബിംഗ് പ്ലഗ് കണക്ട് ചെയ്തൊരു വയറും വേണം. അവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം PVCന്ന്. അതുപോലെ ഈ ട്യൂബിംഗ് പ്ലഗ് കണക്ട് ചെയ്ത വയറും വേണം, ആവശ്യമാണ്. പിന്നെ 2 സ്ക്രൂവും വേണം. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ട്യൂബിംഗ് പ്ലഗ് കണക്ട് ചെയ്ത വയർ, ഈ ട്യൂബിംഗ് പ്ലഗ് കണക്ട് ചെയ്ത വയർ നമ്മൾ നേരത്തെ ഇടണമെന്ന് പറഞ്ഞ ഊട്ടിലേക്ക് കയറ്റിയെടുക്കാം. ആ ഹോളിലേക്ക് കയറ്റിയെടുത്തതിന് ശേഷം നമുക്കത് നല്ലൊരു ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഹോൾഡർ കണക്ട് ചെയ്യാം. ഈ ട്യൂബിംഗ് പ്ലഗ് വന്ന വയറിലേക്ക് ഹോൾഡർ കണക്ട് ചെയ്യണം. ഹോൾഡറിൻ്റെ ആ 2 ഹോളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് വെച്ച് സ്ക്രൂ ചെയ്യാം.
ഇതിന് ശേഷം നമ്മൾ അതിനകത്ത് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാം. രണ്ട് സ്ക്രൂവും ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ ബോഡി പിടിപ്പിക്കണം. അതിനായിട്ടുള്ള പണിയിലോട്ട് കടക്കണം. അതിന് നമുക്ക് നല്ലൊരു മുറിക്കണം ആദ്യമായിട്ട്. പിന്നെ നമുക്കിനി മറ്റേതിനകത്തോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് ഹോളായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റാറിൻ്റെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. നമ്മുടെ ഹോൾഡർ ഫിക്സ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫുള്ളി ടൈറ്റ് ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബലൂണിൻ്റെ മണ്ടയ്ക്ക് 3 ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ക്രിയേറ്റർ വരച്ചെടുക്കണം. ക്രിയേറ്റർ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഗ്രേ പെയിൻറ് വേണം, അക്രിലിക് പെയിൻറ്. അക്രിലിക് പെയിൻറ് എടുത്ത് നമ്മൾ ചെറിയ ബ്രഷിന് അതിങ്ങനെ റൗണ്ടായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് വിഘടിപ്പിച്ച് സൈഡിൽ ഒരു ഔട്ടർ ലെയർ ഉള്ള രീതിയിൽ ചെയ്തെടുക്കാം. അക്രിലിക് പെയിൻറ് ഇല്ലാത്തവർ വാട്ടർ കളർ വൈറ്റ് പെയിൻറ് മിക്സ് ചെയ്തെടുത്താലും മതി, ബ്ലാക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതേപോലെ ഉള്ളിൽ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് സൈഡ് ഔട്ടർ ലെയർ ഉള്ള രീതി ചെയ്തെടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷിൽ മുക്കിയ പെയിൻ്റ് എടുത്ത് നമുക്കിതിനകത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഇത് നമുക്കൊരു മൂണി ലുക്ക് തരും. അതിൻ്റെ മണ്ടയ്ക്ക് കുത്തു സ്പോട്ടൊക്കെ തരും. ഇനി നമുക്ക് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം, അതായത് ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ റബ്ബർ ബാൻഡ് അയക്കാൻ പോകുന്നത്. റബ്ബർ ബാൻഡ് അയച്ച് കാറ്റ് റിലീസ് ചെയ്യണം. പയ്യെ വേണം റിലീസ് ചെയ്യാൻ. പയ്യെ റിലീസ് ചെയ്യുക കാറ്റ്. അതിന് ശേഷം മൊത്തം കാറ്റ് റിലീസ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ട്രക്ചർ എടുക്കാം. ഇങ്ങനെ നമുക്ക് പയ്യെ മൊത്തം കാറ്റും കളഞ്ഞെടുക്കാം. അപ്പോഴത്തേക്കിനും നമ്മുടെ മൂൺ സെറ്റായിട്ട് വരും. ഇനി ആ മൂണിനകത്ത് നമ്മുടെ ബൾബിലേക്ക് ഇറക്കാനുള്ള പണിയുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആ മൂൺ ബൾബിലേക്ക് ഇറക്കുന്ന രീതിയിൽ നമുക്ക് ഓട്ടയിച്ച് വലുതാക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം വലുതാക്കിയതിന് ശേഷം നമ്മുടെ ബൾബ് നേരത്തെ ഇട്ട ഹോൾഡറിൽ ഒരു ബൾബ് ഇട്ടെടുക്കണം, സാധാ LED ബൾബ്. ഇനി അതിനകത്തേക്ക് നമ്മുടെ മൂൺ ഇറക്കി വെക്കുക. ഇതോടെ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി നമുക്ക് നൈറ്റ് ടെസ്റ്റ് ഉണ്ട്. മച്ചാന്മാരെ, ലൈറ്റ്സ് ആർ ടേൺഡ് ഓൺ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളങ്ങനെ രാത്രി വെളിയിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നിടത്താണ്. സംഭവം ലൈറ്റൊക്കെ കത്തിച്ചപ്പോൾ ഉഗ്രനാണ്. കാരണം നമ്മളെ സെറ്റ് ചെയ്ത ക്രിയേറ്ററൊക്കെ നല്ലപോലെ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നല്ലൊരു സാധനമാണ്, നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ക്രിയേറ്ററൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ക്രിയേറ്ററൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു മൂണിഷ് ലുക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതും അതേപോലെ ഈസിയാണ്, ഫുൾ ഈസി. നമ്മൾ തുണിയൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി വാഹിൻ സൈനിങ് ഔട്ട്.